ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ അനാലിസിലേക്ക് വരികയാണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. മോസ്റ്റ് ഓഫ് ദ കേസ് ഒരു ഹിഞ്ച് ഫിക്സ് ചെയ്ത് ഹിഞ്ച് ചെയ്ത ഒരു കണ്ടീഷനും മറ്റൊന്ന് ഒരു റോളർ സപ്പോർട്ടും ആയിരിക്കും വരിക. അതിൻ്റെ അനാലിസിസ് മനസ്സിലാക്കും. റിഡൻറ്റ് സപ്പോർട്ട് ആവാതിരിക്കാനാണ് നമ്മൾ ഒരെണ്ണം റോളർ കൊടുത്തേക്കുക. സോ നമ്പർ ഓഫ് ഇക്വേഷൻ നമുക്ക് എപ്പോഴും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ സപ്പോർട്ടുകളുടെ കാര്യം, റോളർ സപ്പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റോളർ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ, ഇപ്പോൾ റോളർ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എക്സ് ഡയറക്ഷനിലേക്കുള്ള പോസിബിൾ മോഷൻ അവിടെ അറസ്റ്റ് ചെയ്യാൻ ഈ സപ്പോർട്ടിന് പറ്റില്ല. ഇനി ഇവിടുത്തെ ജോയിൻറ്റ് ഈ നമ്മുടെ ബീമുമായിട്ട് വരുന്ന ഒരു ഹിഞ്ച് ആയതുകൊണ്ട് റൊട്ടേഷനും പോസിബിളാണ്. അപ്പോൾ നമ്മുടെ 2 ഡയമെൻഷൻ കേസിനകത്ത് ഒരു റിയാക്ഷൻ മാത്രമേ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇതിന് വൈ ഡയറക്ഷനിൽ, അതായത് വെർട്ടിക്കൽ ഡയറക്ഷൻ മൂവ് ചെയ്യാൻ നോക്കിയാൽ ഇവിടുത്തെ ഗ്രൗണ്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല, അല്ലേ? സമ്മതിക്കത്തില്ല. അപ്പോൾ ഇങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. അഥവാ ഗ്രൗണ്ട് എന്തെങ്കിലും ഫെയിൽ ആവണം. അപ്പോൾ ഫെയിൽ ആവുന്ന സിറ്റുവേഷൻ നമ്മൾ എടുക്കാറില്ല. അപ്പോൾ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അത് നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ റോളർ സപ്പോർട്ടിൽ എപ്പോഴും എന്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ? വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഹിഞ്ച് ജോയിൻറ്റ് ഈ കേസിലാണെങ്കിലോ അവിടെ എക്സ് ഡയറക്ഷനിലും പോസിബിൾ മോഷൻ ഉണ്ടാവില്ല, വൈ ഡയറക്ഷനിലും ഉണ്ടാവില്ല. അപ്പോൾ RX ഉണ്ടാവും, അല്ലെങ്കിൽ RH ഉണ്ടാവും, RVയും ഉണ്ടാവും. എന്നാൽ റൊട്ടേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഹിഞ്ച് ജോയിൻ്റ് ആയതുകൊണ്ട് റൊട്ടേഷൻ പോസിബിളാണ്, അതൊരിക്കലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയും മൊമെൻ്റ് റിയാക്ഷൻ ഉണ്ടാകത്തില്ല, ഇവിടെയും മൊമെൻ്റ് റിയാക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതേസമയത്ത് ക്യാൻലിവർ ബീമിൻ്റെ കേസിൽ അങ്ങനെയല്ലായിരുന്നു. ക്യാൻലിവറിൻ്റെ കേസിൽ ഈ ഒരു സപ്പോർട്ട് റിജിഡ്ലി ഫിക്സ്ഡ് ആയതുകൊണ്ട് 3 റിയാക്ഷൻ ഉണ്ട്, അതുകൊണ്ട് മൊമെൻ്റ് റിയാക്ഷൻ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതാണ് മെയിൻ പ്രത്യേകത, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ക്യാൻലിവർ ബീമിൽ സപ്പോർട്ട് റിയാക്ഷനിൽ എന്തുണ്ടാവും? ബെൻഡിങ് മൊമെൻറ്റ് റിയാക്ഷൻ അഥവാ മൊമെൻറ്റ് റിയാക്ഷൻ ഉണ്ടാവും. എക്സ്റ്റേണൽ ലോഡ് ബീമിന് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഫിക്സഡ് പാർട്ടിൽ നിന്ന് ഒരു കൗണ്ടർ ക്ലോക്കേസ് മൊമെൻറ്റ് ഡെവലപ്പ് ആകുന്നുണ്ടാവും ഉറപ്പായിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ കേസിൽ ദർ ഇസ് നോ ബെൻഡിങ് മൊമെൻറ്റ് അഥവാ ടോർക്ക് റിയാക്ഷൻ. ക്ലിയർ? അപ്പോൾ നമുക്ക് പറയാം ബെൻഡിങ് മൊമെൻറ്റ് റിയാക്ഷൻ ഈസ് 0 ഫോർ ബോത്ത് സപ്പോർട്ട്സ് in simply supported beam. അപ്പോൾ എക്സ്റ്റേണലായിട്ട് ഉണ്ടാകുന്ന ടോർക്കിനെയൊക്കെ റിയാക്ഷൻ ഫോഴ്സ് തന്നെ എന്ത് ചെയ്യുന്നു? ഇവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞോളും, അതിൻ്റെ ടോർക്ക് തന്നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞോളും. അതുകൊണ്ട് ബെൻഡിങ് മൊമെൻറ്റ് റിയാക്ഷൻ അഥവാ മൊമെൻറ്റ് റിയാക്ഷൻ അവിടെ ഉണ്ടാവില്ല, സപ്പോർട്ടിൽ ഉണ്ടാവില്ല. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ശരി, ഇതിൻ്റെ അനാലിസിലേക്ക് പോവുകയാണ്. അപ്പോൾ അനാലിസിലേക്ക് പോകുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു ആരോ ഇട്ടിട്ടുണ്ട്. ആരോ ഞാൻ പറയാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ കേട്ടോ. ആരോ ഇല്ല അവിടെ. റോളറിൻ്റെ കേസിൽ എന്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ? വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇനി ഹിഞ്ച് ആണെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടാവും? RV ഉണ്ടാവും, RH ഉണ്ടാവും. ബോത്ത് റിയാക്ഷൻ വിൽവില്ല. അപ്പോൾ എൻ്റെ ലോഡിങ്ങിൻ്റെ കേസിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് പറയാം. സിംപ്ലി സപ്പോർട്ടഡ് ബീം with point load at a center, midpoint of span we can say. അപ്പോൾ നമ്മുടെ ബീം എടുക്കുകയാണെങ്കിൽ ബീമിൻ്റെ മിഡ് പോയിൻറ്റിലായിട്ട് നമ്മൾ ലോഡ് കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, സോ ദിസ് എ ലോഡിങ് കണ്ടീഷൻ. മിഡ് പോയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൂരം L/2 ഉണ്ടാവും, ഈ ദൂരവും L/2 ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? പോയിന്റ് ലോഡ് ഇവിടെ കൊടുക്കാൻ പോകും. ആൻഡ് ദിസ് ഈസ് എ സപ്പോർട്ട്. ശരി, അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിൽ ഉറപ്പുണ്ടായിരിക്കണം. ഡെഫിനറ്റ്ലി ഇവിടുത്തെ റിയാക്ഷൻസ് ഏതൊക്കെയാണ്? ഇവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉറപ്പായിട്ടുണ്ട്, അതേ പോസിബിലിറ്റി ഉള്ളൂ റോൾ സപ്പോർട്ട്. ഇവിടെ എന്നാൽ ഹൊറിസോണ്ടലും ഉണ്ടാവും, വെർട്ടിക്കലും ഉണ്ടാവും. പക്ഷേ ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്ന ലോഡിൻ്റെ പ്രത്യേകത ഉണ്ടോ? അത് വെർട്ടിക്കൽ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് റിയാക്ഷൻ്റെ ആവശ്യമില്ല. ഹൊറിസോണ്ടലായിട്ടൊരു എക്സ്റ്റേണൽ ലോഡ് വരുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്ന ആവശ്യമുള്ളൂ? നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു റിയാക്ഷൻ ഫോഴ്സിൻ്റെ ആവശ്യമുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രമേ ഉണ്ടാവും. നമുക്ക് ഇവിടുത്തെ വെർട്ടിക്കൽ റിയാക്ഷനെ RB, ഈ പോയിൻറ്റ് B ആണെങ്കിൽ, അതേപോലെ ഈ പോയിൻറ്റ് A ആണെങ്കിൽ നമുക്കിന് RA എന്ന് വിളിക്കാം. അപ്പോൾ 2 വെർട്ടിക്കൽ റിയാക്ഷൻ ഫോഴ്സും ഉണ്ടാവും. അപ്പോൾ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രോബ്ലം അതേപോലെ വരയ്ക്കുക. അതിനുശേഷം രണ്ടാമത് വരയ്ക്കേണ്ട ഒരു ഫിഗർ ഇതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. RBയും RAയും അടയാളപ്പെടുത്തിക്കൊണ്ടെങ്കിൽ വരയ്ക്കുക. ശരി, ഇതിന് ശേഷം നമ്മൾ പഴയ പോലെ തന്നെ അപ്ലൈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം.
ഇക്വിലിബ്രിയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഷുഡ് ബി 0. ഇതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ അതിന് വെക്ടർ ആയതുകൊണ്ട് ആദ്യം എന്തെങ്കിലും കമ്പോണൻസ് ആയിട്ട് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എഴുതാം. സിഗ്മ വെർട്ടിക്കൽ ഫോഴ്സ് ഷുഡ് ബി 0 അല്ലേ? ആണ്. ഇവിടെ വെർട്ടിക്കലായിട്ട് എക്സ്റ്റേണലായിട്ടൊരു W ആക്ട് ചെയ്യുന്നുണ്ട്, മറ്റ് 2 വെർട്ടിക്കൽ അപ്വേർഡ് ഡയറക്ഷനിൽ റിയാക്ഷനും ഉണ്ട്. അപ്പോൾ അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കുക. അപ്പം വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് -W, മറ്റൊരു ഫോഴ്സ് എന്ന് പറയുന്നത് RAയും RBയും ആണ്. ഇവയുടെ എല്ലാം സം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദാറ്റ്സ് എ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ RA + RB വിൽ ബി ഈക്വൽ ടു, നമുക്ക് W അപ്പുറം കൊണ്ട് W എടുക്കാം. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇതിൽ നമുക്കൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മളവിടെ നിർത്തിയേക്കാണ്. മറ്റൊരു ഇക്വേഷൻ ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ മൊമെൻറ്റിൻ്റെ ഹെൽപ്പ് എടുക്കാം. ടോട്ടൽ മൊമെൻറ്റ് എടുക്കാൻ പോകും. മൊമെൻറ്റ് ഞാൻ എബൌട്ട് A പോയിൻ്റ് എടുക്കുകയാണ്. ഓക്കെ, വാട്ട് ഈസ് എ മൊമെൻറ്റ് എബൌട്ട് A പോയിൻറ്റ്? ഫോർ ഇക്വിലിബ്രിയം മൊമെൻറ്റ് സിഗ്മ മൊമെൻറ്റ് എബൌട്ട് എനി പോയിൻറ്റ്, A എന്ന് പറയുന്ന പോയിൻ്റ് ആയാലും B എന്ന് പറയുന്ന പോയിൻ്റ് ആയാലും 0 ആയിരിക്കണം. ദിസ് എ കണ്ടീഷൻ. അപ്പോൾ MA എടുക്കുമ്പോഴത്തേക്ക് നോക്കാം, A എന്ന് പറയുന്ന പോയിന്റിലൂടെ തന്നെയാണ് ആര് കടന്നു പോയിരിക്കുന്നത്? RA കടന്നു പോയിരിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അല്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലാണ് ഫോഴ്സ് എങ്കിൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ മൊമെൻറ്റ്. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ RA × 0 അത് എഴുതാം. ഇനി W ഇതാ L/2 ദൂരത്താണ് ആക്ട് ചെയ്യുക. ദാറ്റ് വിൽ ട്രൈ ടു റൊട്ടേറ്റ് ദ ബീം ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നമ്മൾ പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ +W × L/2 എന്ന് നമുക്ക് എടുക്കാം. ഇനി മറ്റൊരു ഫോഴ്സ് നോക്കുകയാണെങ്കിൽ എയിൽ നിന്ന് L ദൂരത്ത് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? RB റിയാക്ഷൻ ഉണ്ട്. നമുക്ക് അറിയില്ല അതിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് അറിയാം, ദാറ്റ് ഈസ് L ദൂരം ഉണ്ട്. RBയുടെ വാല്യൂ മുകളിലോട്ടാണ്, അതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ -RB × L എന്ന് എടുക്കാൻ പറ്റും. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ സോൾവ് ചെയ്യാൻ ഞാൻ RB അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ W/2 × L ഈസ് ഈക്വൽ ടു RB × L വരും. അപ്പോൾ L ക്യാൻസൽ ചെയ്താൽ RBയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? RB ഈക്വൽ ടു നമുക്ക് W/2 കിട്ടും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ RBയുടെ വാല്യൂ കിട്ടി അല്ലേ? RB എന്ന് പറയുന്നത് W/2 ആണ്. അപ്പോൾ RA കണ്ടുപിടിച്ചൂടെ? പറ്റും. അപ്പോൾ നമുക്ക് എഴുതാം ഫ്രം 1 we can say from 1 RA + RB ഈക്വൽ ടു W ആണ്. RBക്ക് പകരം നമുക്ക് എന്തെടുക്കാം? W/2 എടുക്കാം. therefore RA is equal to നമുക്ക് W/2 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് റിയാക്ഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ RBയും കിട്ടി, RAയും കിട്ടി. ഇതാണ് അൺനോൺ ആയിട്ടുള്ള റിയാക്ഷൻസ്. ഇത് ഏറ്റവും ബേസിക് സാധനമാണ്. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. സോ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ. വേണമെങ്കിൽ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, ഒരു സിമ്പിൾ പ്രോബ്ലം എടുത്ത് നോക്കാം. അതായത് ഞാനിവിടെ ഒരു ബീം കൊടുക്കുകയാണ്. ബീമിൻ്റെ സപ്പോർട്ട്സ് ഇവിടേക്കാണ്. ഞാനിവിടെ ഒരു 10 kN ഫോഴ്സ് കൊടുത്തു. സോ വാട്ട് ആർ ദ റിയാക്ഷൻ? നേരെ മിഡ് പോയിന്റിലാണ്, L/2. അപ്പോൾ നമുക്കറിയാം നേരെ മിഡ് പോയിന്റിലാണെങ്കിൽ ഈക്വൽ റിയാക്ഷൻസ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യപ്പെടും അല്ലേ? W/2